കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുള്ളിയിൽ കിണറ്റിൽ വീണ കടുവ തന്നെയെന്ന് സ്ഥിരീകരിക്കാനായില്ല. വീട്ടുടമ കടുവ തന്നെയെന്ന് ഉറപ്പിക്കുമ്പോൾ പുലിയാണെന്ന സംശയത്തിലാണ് വനംവകുപ്പ്. നിലമ്പൂരിൽ നിന്ന് വെറ്ററിനറി സർജൻ എത്തിയ ശേഷം ഇനി ദൌത്യം പുനരാരംഭിക്കും. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 6 മണി കഴിഞ്ഞാണ് ഈ കുര്യൻചേട്ടന്റെ പറമ്പിലുള്ള കിണറ്റിൽ ഒരു അജ്ഞാത ജീവി അകപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. നാട്ടുകാരൊക്കെ കടുവയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ റേഞ്ച് ഓഫീസർ അടക്കം വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ പുലിയാകാനുള്ളൊരു സാധ്യതയാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ പുലിയുടെ സാന്നിധ്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളെ ജീവനക്കാരനാണ് ആദ്യം കണ്ടത്? അതെ, എൻ്റെ ജോലിക്കാരാണ് ആദ്യം കണ്ടത്. അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പം പകുതി കണ്ടിട്ട് പകുതി ബാക്കിയുള്ള പൊത്തിലേക്ക് കയറി പോവുകയത്. പുലിയാണോ കടുവയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പുള്ളിയായിട്ട് ഇങ്ങനെ കുറച്ച് ഇച്ചിരി ഇരുട്ടായി എൻ്റെ പേരിൽ കൃത്യമായിട്ട് തെളിഞ്ഞു കണ്ടില്ല. പക്ഷേ വാലിന് നല്ല നീളമുണ്ട്, വാലിച്ച് വലിപ്പമുണ്ട് സാധനം. അപ്പോൾ അത്രയുള്ളതിനെ കണ്ടു. അപ്പോൾ അത് ഞാനും എൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടെന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചു. വലിയ മുരൾച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മുരൾച്ചയുണ്ട്. രാത്രി നല്ല മുരൾച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മണി ആണ് ഇത് കണ്ടത്. വെളുപ്പിനെ 6:30 ആകാതെ കൊണ്ട് നേരം വെളുത്ത് വന്നപ്പോഴത്തേനും കണ്ടു. ഇന്നലെ വൈകിട്ട് ഇത് കിണറ്റിൽ ചാടി ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു നായിനെ ഓടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പട്ടീനെ ഞങ്ങൾ ഇവിടെ പുറത്ത് കണ്ടായിരുന്നു. അപ്പോൾ ആ നായിനെ ഓടിച്ചുകൊണ്ട് വന്ന ആ നായ പോവുകയും ചെയ്തു. കിണറ്റിനകത്തേക്ക് പുലി അകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുപാടധികം ആളുകളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഈ കടുവയെ അല്ലെങ്കിൽ അജ്ഞാത ജീവിയെ ഇതിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള കിണറ്റിനകത്തുള്ള ഒരു പൊത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ അത് വിഫലമാവുകയായിരുന്നു. പിന്നീട് ഒരുപാട് തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. റോപ്പ് ഇട്ട് അതിലേക്ക് മരത്തിന്റെ കഷ്ണമൊക്കെ ഇറക്കിയൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ പരാജയപ്പെട്ടു. ഒരു ക്യാമറ ഇതിനകത്തേക്ക് ഇറക്കി ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ നടത്തി. അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. നിലമ്പൂരിൽ നിന്നുള്ള സംഘം അധികം വൈകാതെ എത്തും. അതിനുശേഷമായിരിക്കും വനവകുപ്പിന്റെ തുടർ നടപടികൾ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അബിദ് കല്ലായിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.